ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സിയോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ബൈബിളിൽ നിന്നും ചില ട്രിക്കി ചോദ്യങ്ങളാണ്. നമുക്ക് വേണ്ടി ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ ജിൻസി. ആദ്യത്തെ ചോദ്യം ഇതാണ്: ഞാൻ ഒരു ഔഷധ ചെടിയാണ്. എന്നിൽ നിന്ന് ഒന്നെടുക്കുന്നു എന്ന് പറയുന്നു. എങ്കിൽ ഞാൻ ആരാണ്? ഉത്തരം കല്ലുരുക്കി. യോബിൻ്റെ പുസ്തകം 28:2. അടുത്ത ചോദ്യം: അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതിയാലും ഒരുപോലെ വായിക്കുന്ന മൂന്നക്ഷര വാക്ക് ഏതാണ്? ഉത്തരം മഹിമ. യോബിൻ്റെ പുസ്തകം 20:6. അടുത്ത ചോദ്യം: നദിയിലെ ജലപ്രവാഹം നിയന്ത്രിക്കുന്ന കവാടം, ആ കവാടത്തിന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പേര് എന്താണ്? ഉത്തരം ചീപ്പ്. നഹും 2:6. അടുത്ത ചോദ്യം: 4 വിരലുകൾ ചേർന്നുള്ള അളവ് എന്നർത്ഥം വരുന്ന ഒരു വാക്ക് ഏതാണ്? ഉത്തരം നാലങ്കുലം. 2 രാജാക്കന്മാർ 7:26. അടുത്ത ചോദ്യം: ബൈബിളിൽ കുറെ പേർ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് അക്ഷരമാലയിൽ 2 എണ്ണം ഒന്നിച്ചു ചേർന്നാൽ വരുന്ന പദം എന്താണത്? ഉത്തരം അയ്യോ. 2 രാജാക്കന്മാർ 20:3. അടുത്ത ചോദ്യം: 3 അക്ഷരക്കാരനായ ഞാൻ പഴയ നിയമത്തിൽ മാത്രമേ ഉള്ളൂ. എല്ലാ വീടുകളിലും എന്നെ കാണാം. എങ്കിൽ ഞാൻ ആരാണ്? ഉത്തരം ജാലകം. യെഹെസ്കേൽ 41:26. അടുത്ത ചോദ്യം: ഒരവയവം പ്രയത്നം ചേർന്ന് വരുന്ന ഒറ്റപ്പദം ഏതാണ്? ഉത്തരം ഹൃദയ പരിശ്രമം. സഭാപ്രസംഗി 2:22. അടുത്ത ചോദ്യം: ബൈബിളിൽ ഒരു പുസ്തകത്തിൽ മാത്രം കാണുന്ന ഒരു വാക്ക് ആശയവിനിമയം നടത്തുവാൻ ഉപയോഗിക്കുന്ന ഒന്ന് എന്താണ് ആ വാക്ക്? ഉത്തരം പത്രിക. എസ്രാ 4:18. അടുത്ത ചോദ്യം: ഒരു കൂട്ടരുടെ തലവനുമായി യോസഫിന് ബന്ധമുണ്ട്. ആ കൂട്ടർക്ക് പറയുന്ന പേരിനകത്ത് അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം ഒളിഞ്ഞിരിപ്പുണ്ട്. എന്താണത്? ഉത്തരം തലവൻ പാനപാത്രവാഹകന്മാരുടെ പ്രമാണി. ഉപകരണം പാത്രം. ഉൽപ്പത്തി 40:2-3 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: 1 കൊരിന്ത്യരിൽ ഓഹരി എന്നർത്ഥം വരുന്ന ഒരു വാക്ക് ഏതാണ്? ഉത്തരം പദം. 1 കൊരിന്ത്യർ 9:10. അടുത്ത ചോദ്യം: 5 അക്ഷരക്കാരനായ എന്നിൽ ഒരു സംഖ്യ അളവും ഉണ്ട്. വാക്ക് ഏതാണ്? ഉത്തരം 7 നാഴിക. ലൂക്കോസ് 24:13. സംഖ്യ 7, അളവ് നാഴി. അടുത്ത ചോദ്യം: വിനാശകൻ എന്നർത്ഥം വരുന്ന ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വാക്ക് ഏതാണ്? ഉത്തരം സംഹാരകൻ. നഹും 2:1. അടുത്ത ചോദ്യം: ഒരു രേഖയിൽ സമ്മതം സൂചിപ്പിക്കുന്ന അടയാളത്തിന് പറയുന്ന വാക്ക് വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ആ പേരിനെ ഒരു സങ്കീർത്തനത്തിലെ തലക്കെട്ടിൽ കാണാം. വാക്ക് ഏതാണ്? ഉത്തരം സൈൻ. ഇംഗ്ലീഷ് സൈൻ, ഒപ്പ്. സങ്കീർത്തനം 119:49-56 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: ബൈബിൾ വചനപ്രകാരം മാന്യമായി ചെയ്യുന്ന ഒരു പ്രവൃത്തി, ആ പ്രവൃത്തി ചെയ്തിട്ടില്ലാത്ത ഒരു കൂട്ടരെ പറയുന്ന പേര് എന്താണ്? ഉത്തരം കന്യകമാർ. ഉത്തമഗീതം 6:9. അടുത്ത ചോദ്യം: എനിക്ക് 3 മക്കൾ. 2 അക്ഷരക്കാരനായ മകൻ്റെ പേരിനകത്ത് ഒരു മൃഗം ഒളിഞ്ഞു കിടപ്പുണ്ട്. ഞാൻ ആര്? എൻ്റെ മകൻ ആരാണ്? ഉത്തരം ഞാൻ കാലേബ്. മകൻ നായം. മൃഗം നായ. 1 ദിനവൃത്താന്തം 4:15.
അടുത്ത ചോദ്യം, ഒരു ശിഷ്യന്റെ തെറ്റ് ഗുരുവിന് അത്ഭുതം പ്രവർത്തിപ്പാൻ സാധിച്ചു. ഗുരുവും ശിഷ്യനും ആരൊക്കെയാണ്? ഉത്തരം, ഗുരു യേശു, ശിഷ്യൻ പത്രോസ്. ലൂക്കോസ് 22:50-51, യോഹന്നാൻ 18:10. അടുത്ത ചോദ്യം, ബൈബിളിലെ 2 പുസ്തകങ്ങളിൽ മാത്രം കാണുന്ന ഒരു വാക്ക് വയലുമായും ശരീരത്തിലെ ഒരു അവയവവുമായും ബന്ധമുണ്ട്. ഏതാണ് വാക്ക്? ഉത്തരം, അരിക്. ലേവ്യ പുസ്തകം 19:9, യിരെമ്യാവ് 25:23. അടുത്ത ചോദ്യം, പേര് കേട്ടാൽ ഇരട്ടകളാണെന്ന് തോന്നും, പക്ഷേ ഇരട്ടകളല്ല. എന്നാൽ ഇംഗ്ലീഷ് അക്ഷരമാരെ അടുത്തടുത്താണ് ഞങ്ങളുടെ ആദ്യ അക്ഷരങ്ങൾ. ഞങ്ങൾ ആരൊക്കെയാണ്? ഉത്തരം, ബിക്രി, സിക്രി. 2 ശമൂവേൽ 20:1, പുറപ്പാട് 6:21. അടുത്ത ചോദ്യം, മനുഷ്യരെല്ലാം ഉപയോഗിക്കുന്ന ഒരു വസ്തു ഒരു പ്രവാചകൻ യഹോവയുടെ അരുളപ്പാടനുസരിച്ച് ഉപയോഗിക്കാതിരുന്നു. എന്താണത്? ഉത്തരം, ചെരുപ്പ്. യെശയ്യാവ് 20:2. അടുത്ത ചോദ്യം, കൊത്തളത്തിലുണ്ട് അരമനയിലില്ല, തുലാമിലുണ്ട് ഉത്തരത്തിലില്ല, കടുകിലുണ്ട് ജീരകത്തിലില്ല. എന്താണ്? ഉത്തരം, കൊതുക്. യെശയ്യാവ് 7:18. കൊത്തളത്തിലെ കോയും, തുലാമിലെ തൂവും, കടുകിലെ ക്. ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത്.